നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ പഞ്ചാബ് FCക്കെതിരെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയം സ്വന്തമാക്കിയത് സാഹചര്യങ്ങളോട് പടപൊരുതിക്കൊണ്ടാണ്. അതായത് 2 റെഡ് കാർഡ് കിട്ടിയിട്ടും ആ ലീഡ് ബ്ലാസ്റ്റേഴ്സ് സംരക്ഷിച്ച് നിർത്തി കളി വിജയിച്ച് കയറി. കളിയിൽ നോഹ് സധോയിയെ പിൻവലിച്ച ഘട്ടത്തിൽ അദ്ദേഹം വലിയ രൂപത്തിൽ അത്ഭുതപ്പെടുന്ന കാഴ്ചയൊക്കെ കണ്ടിരുന്നു. പക്ഷേ ആ സബ്സ്റ്റിറ്റ്യൂഷൻ കൃത്യമായ തീരുമാനമായിരുന്നു എന്ന് കളിക്ക് ശേഷം നമുക്ക് വ്യക്തമാവുകയും ചെയ്തു. എന്നാൽ ചില സുഹൃത്തുക്കൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊക്കെ ഇട്ട കമൻറ്റ് നോഹിനെയല്ല പെപ്രയെയാണ് പിൻവലിക്കേണ്ടിയിരുന്നത് എന്നാണ്. യഥാർത്ഥത്തിൽ നമുക്കറിയാം, ഹിമിനസ് പ്ലേയിങ് 11-ൽ പരിക്ക് കാരണമില്ലാത്തത് കൊണ്ടാണ് പെപ്ര ഇപ്പോൾ പ്ലേയിങ് 11-ൽ വന്നുകൊണ്ടിരിക്കുന്നത്. പെപ്ര ഗോളടിക്കുന്നില്ല, പെപ്ര അറ്റാക്കിൽ മികവില്ല എന്നൊക്കെ പലരും പറയുമ്പോഴും ഇന്നലത്തെ കളിയിൽ അദ്ദേഹം സുപ്രധാനമായിട്ടുള്ള റോളാണ് വഹിച്ചിട്ടുള്ളത്. പ്രത്യേകിച്ച് ആ റെഡ് കാർഡ് കിട്ടിയതിന് ശേഷം. റെഡ് കാർഡ് കിട്ടി കേരള ബ്ലാസ്റ്റേഴ്സ് 9 പേരായി ചുരുങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കീ പ്ലെയർ എന്ന രൂപത്തിൽ കളിച്ചത് കോമെ പെപ്രയാണ് എന്ന് തന്നെ പറയേണ്ടി വരും. അദ്ദേഹം ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിലേക്ക് ഇറങ്ങി വന്ന് ഡിഫെൻഡ് ചെയ്യുന്ന കാഴ്ച, അതുപോലെ ഫ്രീ കിക്കുകൾ വിൻ ചെയ്യുന്നു. അദ്ദേഹത്തെ പലതവണ എതിരാളികൾ ഫൗൾ ചെയ്തു. അതൊക്കെ തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായിട്ട് മാറുകയായിരുന്നു. നോക്കുക, ഇന്നലത്തെ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്ക്: 2 ആക്യുറേറ്റ് ലോങ് ബോളുകൾ അദ്ദേഹം കൊടുത്തു, 4 പാസുകളാണ് ഫൈനൽ തേർഡിലേക്ക് കൊടുത്തത്, ഒരു ടാക്കിൾ വിൻ ചെയ്തു, ഒരു ബ്ലോക്ക് അദ്ദേഹം ഉണ്ടാക്കി, എതിരാളികളുടെ ഷോട്ട് അദ്ദേഹം ബ്ലോക്ക് ചെയ്തു, 3 ക്ലിയറൻസുകൾ. ഇതാണ് 3 ക്ലിയറൻസ്, 2 റിക്കവറീസ്. ഗ്രൗണ്ട് ഡ്യുവൽസ് 6 എണ്ണം, അതിൽ 5 എണ്ണം വിൻ ചെയ്തു. ഏരിയൽ ഡ്യുവൽസ് 9 എണ്ണം, അതിൽ 4 എണ്ണം വിൻ ചെയ്തു. 4 തവണ അദ്ദേഹത്തെ ഫൗൾ ചെയ്തു. 4 എണ്ണം ഫ്രീ കിക്കായിട്ട് ബ്ലാസ്റ്റേഴ്സിന് ലഭിക്കുകയാണ്. സോ ഇന്നലെ ബ്ലാസ്റ്റേഴ്സ് 9 പേരായിട്ട് ചുരുങ്ങിയപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ കീ പ്ലെയർമാരിൽ ഒരാൾ അത് കോമെ പെപ്ര തന്നെയായിരുന്നു. നോഹിനെ പിൻവലിച്ച് പെപ്രയെ ഗ്രൗണ്ടിൽ നിലനിർത്താനുള്ള തീരുമാനം ഒരു തെറ്റുമുണ്ടായിരുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.